ആ ജംഗ്ഷനിൽ പോയി കിടന്ന് അല്ലേടേ. അവിടെ പോയി പ്രാർത്ഥിക്കാൻ പറ്റൂല. അത് അവിടെ ചെന്ന് പ്രാർത്ഥിക്കുമ്പോൾ ലോട്ടറി കച്ചവടക്കാരും തൈലക്കടക്കാരും എല്ലാം ഒരു ഭയങ്കര പ്രശ്നമുണ്ട്. അത് അവരുടെ ആ കച്ചവടത്തിനിടയിൽ എന്റെ പ്രാർത്ഥന മുങ്ങിപ്പോവും. അയ്യോ അതങ്ങനെ മനസ്സിലായില്ല. ഞാനിപ്പോ അവിടെ ചെന്നിട്ട് പ്രാർത്ഥിക്കും. ദൈവങ്ങളെ ചിക്കിട്ടാൻ പറ്റൂല, കാലം കാത്തുവെച്ച സംരാജകനെ എന്ന് പറയുമ്പം ലോട്ടറി കച്ചവടക്കാർക്ക് തുടങ്ങും. കേരള സൗഭാഗ്യ ഭാഗ്യക്കുറികൾ നാളെയാണ് നാളെയാണ് നാളെയാണെന്ന്. അപ്പൊ തൈലക്കടക്കാരൻ തുടങ്ങും. മർമാണ് തൈലം, പാദത്തിന് ആവി കൊടുക്കണ്ട, ചൂട് കൊടുക്കണ്ട, വളരെ മനോഹരമാണ്. എല്ലാത്തിന്റെ ഇടയിൽ എന്റെ പ്രാർത്ഥന അങ്ങ് മുങ്ങും. ഞാൻ ചോദിക്കട്ടെ, ഇതൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? ആകാശത്തിലെ പറവകൾ വിതയ്ക്കുന്നില്ല, കൊയ്യുന്നില്ല, കളപ്പുരയിൽ നിറയ്ക്കുന്നില്ല. എടാ വല്ല പണിക്ക് പോടാ ഇറക്കാം, എന്നിട്ട് 10 പൈസ ഉണ്ടാക്കാൻ നോക്ക്. പണിക്ക് പോയി പണമുണ്ടാക്കിയ യൂസഫ് അലി, നോക്ക്, നിങ്ങളെ ലുലു മാളിന്റെ ഒരു ഓട് പൊളിഞ്ഞിരിക്കണം. ഉച്ചിയിൽ വീണ എപ്പോഴാണെന്ന് നോക്കണം. നന്നാക്കാൻ വേണ്ടി കിടക്കുന്നത്. എടാ എന്റെ കാര്യം എനിക്ക് നോക്കാറിയ, നീ നിന്റെ കാര്യം നോക്കാൻ പോടെ. കാര്യമൊക്കെ നോക്കാം. ഇതിന്റെ ഒരു സംഭവം നടക്കാൻ പോവാ. സംഭവം 2 ആഴ്ചക്ക് മുമ്പ് നമ്മുടെ ഗുണ്ട സാബു ഇല്ലേ,